കഞ്ചാവ് വലിച്ചതിനെ ന്യായീകരിച്ച് മന്ത്രി സജി ചെറിയാൻ. യു പ്രതിഭ എംഎൽഎയുടെ മകൻ കഞ്ചാവ് ഉപയോഗിച്ചതിനെ ന്യായീകരിച്ച് മന്ത്രി കുട്ടികളല്ലേ കൂട്ടുകൂടി കാണും വലിച്ചു കാണുമെന്ന് മന്ത്രി സജി ചെറിയാൻ. അത് ഇത്ര വലിയ കാര്യമാണോ എന്ന് മന്ത്രിയുടെ ചോദ്യം. കുട്ടികളായാൽ കമ്പനി അടിക്കും പുകവലിക്കുമെന്ന വിചിത്രവാദം. മോശപ്പെട്ട കാര്യം ചെയ്തെന്ന് ഒരു കേസിലുമില്ലെന്നും താൻ എഫ്ഐആർ വായിച്ചുവെന്നും മന്ത്രി. നമ്മളെല്ലാം വലിക്കുന്നവരല്ലേ എന്നും മന്ത്രി. യു പ്രതിഭ എംഎൽഎയെ വേദിയിൽ ഇരുത്തിയാണ് വിചിത്ര പരാമർശം. നമ്മുടെ പ്രിയപ്പെട്ട എംഎൽഎ പറ്റി പറഞ്ഞു. പ്രതിഭായുടെ മോൻ പോളിടെക്നിക് പഠിക്കുക, കുട്ടികൾ കൂട്ടുകൂടത്തില്ല, പുകവലിച്ച് എഫ്ഐആറിൽ എഴുതി, ആയിക്കോട്ടെ, അതിന് ജാമ്യമില്ലാത്ത വകുപ്പ് നേടുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളല്ല, അവരാരെങ്കിലും ഒന്ന് വർത്താനം പറഞ്ഞ അവിടെ ഇരുന്നു. നമ്മളാരും പിന്നെ കുഞ്ഞുങ്ങളല്ല അതിലേക്ക് വന്നത്. ഈ ഇരിക്കുന്നവരല്ല ഓരോരുത്തർ അവർ കാണിച്ച പണിയെ കൂട്ടി വെച്ചാൽ എത്ര പുത്തം എഴുതാൻ പറ്റും? എന്തെല്ലാം കൊച്ചു കുട്ടികളല്ലേ, അവര് കമ്പനി അടിക്കും, വർത്താനം പറഞ്ഞ് ചിലപ്പം ഒരു പുക വലിച്ച, അതിനെന്താ വലിച്ച ശരിയാണെന്നല്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ്, അത് വേറെ ഉപേക്ഷിക്കാം. വലിയൊരു മഹാപരാധമാണ്. നിഷ ദിലീപ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഷ, നമുക്കറിയാം സംസ്ഥാനത്തെ സാംസ്കാരിക മന്ത്രിയുടെ വാക്കുകളാണ് നമ്മളിത് കേട്ടത്. വിചിത്രമായൊരു പ്രസ്താവന എന്ന് തന്നെ ഇതിനെ പറയേണ്ടി വരും. കാരണം ഇതിലൂടെ മന്ത്രി സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? കാരണം യു പ്രതിഭ അടക്കമുള്ളവർ വേദിയിൽ ഇരിക്കുമ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം അദ്ദേഹം പറഞ്ഞിരിക്കുക. പക്ഷേ ഇത്തരമൊരു വിചിത്ര ന്യായീകരണം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പൊതുജനങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രത്തോളം വിചിത്രമായ വാദങ്ങളാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളല്ലേ, അവർ കമ്പനി അടിച്ചു കാണും വലിച്ചു കാണുമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും വലിക്കുന്നവരല്ലേ എന്നും കൂടി മന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. മന്ത്രി വലിക്കുന്നവരായിരിക്കാം, നമുക്കറിയില്ല. പക്ഷെ പൊതുജനങ്ങൾക്ക് ഇത്തരം തെറ്റായ സന്ദേശം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു വീഴ്ച തന്നെയല്ലേ നിഷ? ദേവിക, അങ്ങനെ തന്നെയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ എതിരെ നിലകൊള്ളുന്നു എന്ന് അടിക്കടി പറയുന്ന ഇടത് സർക്കാരിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെയാണ് യു പ്രതിഭ എംഎൽഎയുടെ മകനെ കഞ്ചാവ് കേസിൽ പിടിച്ചപ്പോൾ അത് നിസ്സാരവൽക്കരിച്ച് അതിലെ എഫ്ഐആർ ഒക്കെ താൻ കണ്ടു. അതില് ഈ യു പ്രതിഭയുടെ മകൻ വലിയ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന രീതിയിൽ സമൂഹത്തിന് ഒരു തെറ്റായ ഒരു സന്ദേശം നൽകുന്നത്. കാരണം കുട്ടികളാണ്, അവർ പല തെറ്റായ കാര്യങ്ങളും ചെയ്യും. അതിൽപ്പെട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി, കുട്ടികളല്ലേ, നമ്മളൊക്കെ ചെറുപ്പത്തിൽ ചെയ്ത കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ കാര്യമായിരിക്കും പറഞ്ഞത്, അദ്ദേഹം ചെറുപ്പത്തിൽ ചെയ്ത കാര്യങ്ങളായിരിക്കും പറഞ്ഞത്. ചെറുപ്പത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അത് വേണമെങ്കിൽ ഒരു പുസ്തകമാക്കി ഇറക്കാം. അത്തരത്തിൽ ചെറുപ്പക്കാർ എന്തും ചെയ്യും. ചെറുപ്പക്കാരായ ആളുകൾക്ക് വേണമെങ്കിൽ മദ്യപിക്കാം, പൊതുസമൂഹത്തിന് മുന്നിൽ കഞ്ചാവ് വലിക്കാം. ഇത്തരം കാര്യങ്ങളാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത്. മോശപ്പെട്ട കാര്യം ചെയ്തെന്ന് എഫ്ഐആറിലില്ല എന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. നമ്മളെല്ലാവരും വലിക്കുന്നവരല്ലേ എന്ന് അദ്ദേഹം പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല എംഡിയെ പോലും കൂട്ടുപിടിച്ചാണ് അദ്ദേഹം യു പ്രതിഭ എംഎൽഎ പ്രൊട്ടക്ട് ചെയ്യുന്നത്. എംഡി കെട്ടുകണക്കിന് വീട് വലിക്കുന്ന ആളായിരുന്നു, താൻ സിഗരറ്റ് വലിക്കുന്ന ആളാണ്, ചെറുപ്പത്തിൽ ഇങ്ങനെ ചെയ്തിരുന്നു എന്നൊക്കെയാണ് മന്ത്രി ഒരു സദസ്സിൽ, ഒരു വേദിയിലാണ് പറഞ്ഞത്. കായംകുളത്ത് എസ് വാസുദേവ പിള്ള അനുസ്മരണ യോഗം ഇന്നലെ നടന്നിരുന്നു. ആ അനുസ്മരണ യോഗത്തിൽ യു പ്രതിഭ കായംകുളം എംഎൽഎയും പങ്കെടുത്തിരുന്നു. അവരെ കൂടി വേദിയിൽ ഇരുത്തിക്കൊണ്ടാണ് അവരുടെ മകൻ ചെയ്ത തെറ്റല്ല എന്ന് മന്ത്രി വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. എഫ്ഐആറിൽ പോലും ഈ ഒരു കാര്യങ്ങൾ നിസ്സാരവൽക്കരിച്ചിട്ടുള്ള കാര്യമാണ്, വലിയ ഒരു കേസൊന്നുമല്ല, ആരാണ്ട് വന്ന് പിടിച്ചു എന്നാണ് പറയുന്നത്. എക്സൈസ് ആണ് പിടിച്ചത്, അതിന് കൃത്യമായ രേഖകളുണ്ട്. യു പ്രതിഭ എംഎൽഎയുടെ മകൻ കനുവിനെ 9ാം പ്രതിയാക്കി കേസ് എടുത്തുകൊണ്ടുള്ള ഒരു എക്സൈസിന്റെ ഔദ്യോഗിക രേഖകൾ പുറത്തു വന്നു. അത് അടക്കമാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയത്. അപ്പോഴും മന്ത്രി പറയുന്നത് ആരാണ്ട് വന്ന് പിടിച്ചു എന്നാണ്. ആരാണ്ട് വന്ന് പിടിച്ചുകൊണ്ടുപോയി. തളിസ്ഥലത്തിന് അടിയിൽ പുലിമുഖം ബോട്ടുചെട്ടിയിൽ കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കവെയാണ് കഞ്ചാവും ഒപ്പം തന്നെ മറ്റ് ഉപകരണങ്ങൾ, പുകയിലെ വെള്ളം എന്നിവയൊക്കെ പുകയിലെ വെള്ളം, പച്ച പപ്പായയുടെ തണ്ട് ഇത് വലിച്ച് എടുക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണ്. അതൊക്കെ സഹിതമാണ് എക്സൈസ് പിടികൂടുന്നത്. പക്ഷെ എങ്കിൽ പോലും അതിനെയൊക്കെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ആരാണ്ട് വന്ന് പിടിച്ചുകൊണ്ട് പോയി എന്നാണ് മന്ത്രി സജി ചെറിയാൻ ഇന്നലെ പറഞ്ഞത്. കുട്ടികളായാൽ കമ്പനി അടിക്കും, പുകവലിക്കും, നമ്മളാരും കുട്ടികളാകാതെയാണല്ലോ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് തമാശ രൂപേണ അദ്ദേഹം പറയുകയുണ്ടായി. എന്തായാലും വലിയ കഞ്ചാവ് കേസിൽ ഇടത് എംഎൽഎയുടെ മകൻ പിടിയിലായതിനെ ന്യായീകരിച്ചുകൊണ്ട് തന്നെയാണ്, അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് തന്നെയാണ് ഒരു പൊതുവേദിയിൽ ഇന്നലെ മന്ത്രി സജി ചെറിയാൻ പ്രസംഗം നടത്തിയത്. എക്സൈസ് വകുപ്പിനെ പോലും അദ്ദേഹം കളിയാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പരാമർശം. ആരാണ്ട് വന്ന് പിടിച്ചുകൊണ്ടുപോയി. കുട്ടനാട് എക്സൈസ് സംഘമാണ് യു പ്രതിഭ എംഎൽഎയുടെ മകനെ കസ്റ്റഡിയിലെടുത്തത്.
മാത്രമല്ല മകന്റെ പക്കൽ നിന്നും ഈ കഞ്ചാവ് ഉപയോഗിച്ചു കൊണ്ടിരുന്നപ്പോഴായതുകൊണ്ട് അതിന്റെ അനുബന്ധ സാധനങ്ങളും പുകയില കലർത്തിയ വെള്ളവും ഒക്കെ തന്നെ എക്സൈസ് സംഘം പിടിച്ചെടുത്തിരുന്നു. കുട്ടനാട് എക്സൈസ് സ്ക്വാഡ് തകഴി പാലത്തിനടിയിൽ പരിശോധന നടത്തുന്ന സമയത്താണ് പ്രതിഭ MLA മകനെയും ഒപ്പം തന്നെ 8 സുഹൃത്തുക്കളെയും കസ്റ്റഡിയിലെടുത്തത്. ഇവരെയൊക്കെ കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എക്സൈസിന്റെ ഔദ്യോഗികമായ കേസ് ഷീറ്റൊക്കെ തന്നെ പുറത്തു വന്നതാണ്. ഇതൊക്കെ ഒരു വലിയ കാര്യമല്ല എന്നാണ് നമ്മുടെ സാംസ്കാരിക മന്ത്രി പ്രതിഭയെ കൂടി വേദിയിൽ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു വെക്കുന്നത്. ദേവിക നിഷ, നമുക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു ഞെട്ടലോടെ അല്ലാതെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ സാധിക്കില്ല എന്നത് തന്നെയാണ്. കാരണം നമ്മളെല്ലാവരും കേരളത്തിൽ ജീവിക്കുന്നവരാണ്. നമുക്കറിയാം ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ എങ്ങനെയുള്ളതാണെന്ന്. നിഷ, ഒരു ചെറിയ സമൂഹം വിദ്യാർത്ഥികളെങ്കിലും നമ്മുടെ നാട്ടിൽ ഈ ലഹരിക്ക് അടിമയായി ജീവിക്കുന്നവരുണ്ട്. അവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പല പ്രയത്നങ്ങളും പല ഭാഗത്തു നിന്നും, അവരുടെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നാവട്ടെ വിവിധ സംഘടനകളുടെ ഭാഗത്തു നിന്നാവട്ടെ നടന്നുകൊണ്ടിരിക്കവെയാണ് ഇത്തരത്തിൽ സാംസ്കാരിക മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പ്രസ്താവന വരുന്നത്. ഇത് ഈ കുട്ടികളെ തെറ്റായ മാർഗത്തിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. കാരണം ഇത്തരം പ്രവർത്തികൾ ചെയ്താൽ നമ്മുടെ സർക്കാർ പോലും അനുകൂല നിലപാട് സ്വീകരിക്കുമെന്നൊരു തെറ്റായ സന്ദേശം കുട്ടികളിലേക്ക് ഇത് കൊണ്ട് എത്തിക്കുകയല്ലേ ചെയ്യുന്നത്? അങ്ങനെ തന്നെയാണ്. ചെറിയ ഒരു സമൂഹമല്ല. കാരണം നമുക്കറിയാം സ്കൂളുകളിൽ പോലും പഠിക്കുന്ന കുട്ടികൾക്ക് എവിടെ നിന്നാണെന്ന് അറിയാത്ത രീതിയിൽ ഇത്തരത്തിൽ മയക്കുമരുന്ന് അടക്കമുള്ള കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. +2-നും ഒക്കെ പഠിക്കുന്ന കുട്ടികളെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പല ഇടങ്ങളിൽ നിന്നും പിടികൂടുന്നുണ്ട്. പക്ഷെ പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് ഒരു പക്ഷെ ആ കേസുകളൊന്നും പുറത്തു വരുന്നില്ല എന്നാണ് വാസ്തവം. കാരണം ദേവിക പറഞ്ഞതുപോലെ വലിയൊരു വിപത്ത് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു മയക്കുമരുന്ന് നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്താണ് പ്രതിഭ MLA മകന് 21 വയസ്സുള്ള ആളാണ്. 21 വയസ്സുള്ള ആളെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. പക്ഷെ എന്നാൽ പോലും ആ യുവാവെന്ന് തന്നെ നമുക്ക് പറയാം, ആ യുവാവും അവനോടൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാരും കഞ്ചാവ് ഉപയോഗിച്ചത് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് തന്നെയാണ് പൊതുസമൂഹത്തെ ആകെ പൊതുസമൂഹത്തിന് നല്ല ഉപദേശങ്ങൾ നൽകേണ്ട, അല്ലെങ്കിൽ ഇതിനൊക്കെ ദൂഷിത ഫലങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട മന്ത്രി തന്നെ ഇതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ദേവിക പറഞ്ഞതുപോലെ തന്നെ ഒരു മോശം സന്ദേശം സമൂഹത്തിന് നൽകുന്നു. കാരണം കുട്ടികളാകുമ്പോൾ ഉപയോഗിക്കാം എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചു കൊടുക്കുന്ന ഒരു സന്ദേശം. അത് മാത്രമല്ല നിഷ, അദ്ദേഹം പറയുന്നുണ്ട് നമ്മളൊക്കെ വലിക്കില്ലേ എന്ന്. ഇപ്പോൾ സജി ചെറിയാൻ എന്തെങ്കിലും ദുശീലമുണ്ടെങ്കിൽ അത് നീ വരുന്ന പുതുതലമുറയ്ക്ക് കൂടി പകർന്നു നൽകണം എന്നുള്ളൊരു ഉദ്ദേശവും കൂടി അദ്ദേഹത്തിനുണ്ടോ? അത് ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്ന ഒരു കാര്യവും കൂടിയല്ലേ? അങ്ങനെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ഈ പുകവലിക്കുന്നതും മദ്യപിക്കുന്നതും ഒക്കെ ഒരു വലിയൊരു കാര്യമല്ല എന്ന് പറഞ്ഞു തന്നെയാണ് അദ്ദേഹം ഇന്നലെ അവിടെ ഒരു പ്രസംഗം നടത്തിയത്. ഒരു പക്ഷേ പ്രതിഭയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളാണ് സമൂഹത്തിന് ഇത്തരത്തിൽ ഒരു സന്ദേശം നൽകുന്നത്. പുകവലിക്കുന്നതൊന്നും വലിയൊരു കാര്യമല്ല, താൻ പുകവലിക്കുന്നയാളാണ്, എപ്പോഴും പുകവലിക്കും, ചെറുപ്പത്തിലും താൻ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു, കെട്ടുകണക്കിന് സിഗരറ്റ് വലിക്കും എന്നൊക്കെ പറഞ്ഞ് സമൂഹത്തിൽ നമ്മൾ ബഹുമാനിക്കുന്ന ഓരോ ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന തീർച്ചയായും സമൂഹത്തിന് മോശപ്പെട്ട അല്ലെങ്കിൽ ഈ വളർന്നു വരുന്ന കുട്ടികൾക്ക് പുതുതലമുറയ്ക്ക് മോശമായ ഒരു സന്ദേശം തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ ഇന്നലെ നൽകിയിരിക്കുന്നത്. ദേവിക ശരി, അങ്ങനെ തന്നെയാണ്. ഒരു മന്ത്രിയുടെയും ഭാഗത്തു നിന്ന് വരാൻ പാടില്ലാത്തൊരു പ്രസ്താവന അല്ലെങ്കിൽ പ്രതികരണം തന്നെയാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നിഷ ദിലീപാണ് വിശദ വിവരങ്ങൾ നൽകിയത്.